സോറി മാളു. എന്തിനാ സോറി പറയുന്നത്? അതിന് ഡോക്ടർ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അറിയാതെയെങ്കിലും എന്റെ പ്രവൃത്തി നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചു എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനാ ഞാൻ ക്ഷമ പറഞ്ഞത്. പോട്ടെ ഡോക്ടർ, തെറ്റ് എന്റെ ഭാഗത്തുനിന്നാ സംഭവിച്ചത്. ഇന്നലെ ഇവിടെ നിന്ന് അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി നേരിട്ട് വന്ന് ക്ഷണിച്ചപ്പോ സന്തോഷം കൊണ്ട് വരാമെന്ന് മുന്നും പിന്നും നോക്കാതെ ഞാനങ്ങ് ഏറ്റുപോയി. ഇനി ആ അബദ്ധം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. എടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് താനും കൂടി എന്നെ വിഷമിപ്പിക്കല്ലേ. ഇത് ഇത്രയ്ക്ക് വലിയൊരു സീരിയസ് ഇഷ്യൂ ആവുമെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു മാളു. അറിയാമായിരുന്നെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ വന്ന എമർജൻസി കേസ് തന്നെയാവും അപ്പോഴും ഡോക്ടറിന്റെ പ്രയോറിറ്റി. മേ ബി അത് അങ്ങനെ തന്നെ ആവുമായിരുന്നു. പക്ഷേ വരുമെന്ന വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കാമായിരുന്നു. ഓ, അത് സാരമില്ല. എന്നോട് എന്റെ വീട്ടുകാരോടും പറഞ്ഞ വാക്കല്ലേ. തെറ്റിച്ചാലും ആരും പരാതി പറഞ്ഞു വരാൻ പോകുന്നില്ലല്ലോ. ഇനി അഥവാ വന്നാലും ഡോക്ടർക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും ന്യായമായ ആവശ്യങ്ങൾക്കും പരാതികൾക്കും ഞാൻ അത്ര വിലയെ കൊടുക്കുന്നുള്ളൂ എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അപ്പോ ആവശ്യവും പരാതിയും ന്യായമുള്ളതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഷുവർ. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് എന്താ കാര്യം? എടോ, ഞാനൊരു വലിയ സത്യം ഇന്നാ മനസ്സിലാക്കിയത്. അതിനെന്നെ സഹായിച്ചത് അശ്വതി ആൻറ്റിയാ. കാര്യം, വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എന്നൊക്കെ സത്യമാണ്. പക്ഷേ എൻ്റെ റുട്ടീൻ ഇപ്പോഴും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പഴയ എൻ്റെ ബാച്ചലർ ലൈഫിൻ്റെ ടൈം ടേബിളിലാണ്. ഫോർ എക്സാമ്പിൾ, തന്നെ പരിചയപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ ഹോസ്പിറ്റൽ, ദെൻ ഹോസ്പിറ്റൽ ടു വീട്. ഇടയ്ക്ക് ഡെയ്സി ടീച്ചറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ. അതിപ്പോൾ കൃത്യസമയത്ത് സാധിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറഞ്ഞ സമയത്ത് സാധിച്ചില്ലെങ്കിൽ ടീച്ചർ ഒന്ന് കണ്ണുരുട്ടും, കൂടിപ്പോയ കരയും. പക്ഷേ അടുത്ത് പോയി ആ കൈ പിടിച്ചൊരു സോറി പറഞ്ഞ ടീച്ചർ അലിയും. തന്നെ പരിചയപ്പെടുന്നതിന് ശേഷമുള്ള അവസ്ഥയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ തമ്മിൽ ഏറിയാൽ 1-2 മണിക്കൂറത്തെ പിണക്കങ്ങൾ. കാണാമെന്ന് പറഞ്ഞ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ കാരണം കൃത്യമായി പറഞ്ഞു തന്നാൽ തനിക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതെന്താ? കല്യാണം കഴിഞ്ഞപ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ എന്നിന്ന് പോയെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? നോ, തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല മാളു. തെറ്റ് എന്റേത് തന്നെയാ. ഞാനത് തുറന്ന് സമ്മതിക്കുന്നു. ഒരു ലവറിൽ നിന്ന് ഞാനൊരു ഹസ്ബൻഡായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യം ഞാനും ഉൾക്കൊണ്ടേ മതിയാവൂ. അവിടെ വൈഫിനൊപ്പം വൈഫിന്റെ വീട്ടുകാരുടെ ഇമോഷൻസിനും സെന്റിമെന്റ്സിനും ഒക്കെ ഒരു സ്പേസ് തീർച്ചയായും ഞാൻ കൊടുക്കണം. ഇൻഫാക്ട് അതെന്റെ കടമയും കർത്തവ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങൾ കൂടി ഞാൻ ഉറപ്പായും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? വിശ്വാസമായില്ലേ തനിക്ക്? സത്യമാണ്. എങ്കിൽ ഇന്ന് ഞങ്ങളെ വിഷമിപ്പിച്ചതിന് ഡോക്ടർ ഉറപ്പായും ഫൈൻ അടച്ചേ മതിയാവും. ഓക്കെ, അഗ്രീഡ്. എത്രയാ? എന്താ പിഴ? പാളിപ്പോയ ലഞ്ചിന് പകരം നമ്മളൊരു ഉഗ്രൻ ഡിന്നർ കൊണ്ട് ഈ രാത്രി കോമ്പൻസേറ്റ് ചെയ്യുന്നു. എന്തു പറയുന്നു? വൈ നോട്ട്? അതൊരു നല്ല കോമ്പൻസേഷൻ തന്നെയാ. അത് മാത്രം പോരാ. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ഇവിടെയോ? സോറി, അത് പറ്റില്ലടോ. അതെന്താ പറ്റാത്തത്? തനിക്കറിയില്ലേ, വീട്ടിൽ മമ്മി തനിച്ചാ. അതിനെന്താ, ഇന്നൊരു ദിവസത്തേക്ക് ആന്റി അഡ്ജസ്റ്റ് ചെയ്തോളും. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? വിളിച്ച് പറഞ്ഞാ മമ്മി അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷേ അത് ശരിയാവില്ല മാളു. പരാതി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ അടുത്തില്ലെങ്കിൽ മമ്മിക്കത് ഒരുപാട് വിഷമാവും. അതേ വിഷമം എന്നെ പിരിഞ്ഞു നിൽക്കുന്നതിൽ എന്റെ വീട്ടുകാർക്കും കാണില്ലേ? ഒരു ദിവസം ഇവിടെ തങ്ങിയാൽ അവർക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയാ. ശരി, എങ്കിൽ 2 പേർക്കും പ്രാക്ടിക്കബിൾ ആയ ഒരു കാര്യം ഞാൻ പറയട്ടെ.
നമ്മൾ എല്ലാവരും കൂടി പുറത്തു പോകുന്നു, ഡിന്നർ കഴിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു പോകുന്നു. എന്താ അതുപോലെ? ഓ, അതൊന്നും വേണ്ടെന്നേ. ഇനി പിന്നൊരു ദിവസം ആവട്ടെ. ഇന്നേതായാലും ആ മൂടങ്ങ് പോയി. ഞാനിന്ന് കുളിച്ചിട്ട് വരാം. പറ്റില്ല ജോബിൻ. നീ ഇനി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ഇപ്പൊ മാളുവിനോടും അവളുടെ വീട്ടുകാരോടും ചെയ്തത് ഒരു രീതിയിലും ന്യായീകരിക്കാനാകാത്ത തെറ്റ് തന്നെയാ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ കോംപ്രമൈസിന് ശ്രമിച്ചതല്ലേ മമ്മി? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് മാള് വാശി പിടിച്ചിട്ടല്ലേ? അവള് വാശി പിടിച്ചതിൽ എന്താ തെറ്റ്? ഇന്നൊരു ദിവസം അവളുടെ കൂടെ ആ വീട്ടിൽ തങ്ങിയെന്ന് വെച്ച് നിനക്ക് എന്ത് മാനക്കേടാ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ലെങ്കിലും നീ മിന്നുകെട്ടിയ പെണ്ണല്ലേ അവള്. അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് നിന്റെ കടമയാ. അത് ചെയ്യാതെ പെറ്റമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഓടി വന്നിരിക്കുന്നു. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. അവളുമായിട്ടല്ലാതെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ആ ശരി, മമ്മിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാളെ ഞാൻ പോയി ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നോളാം, പോരെ? വേണ്ട, എന്റെ മോൻ അത്ര കഷ്ടപ്പെട്ട് നാളെ പോയി അവളെ കാണണമെന്നില്ല. നാളെ നേരം വെളുക്കുമ്പോ മാളുവും അവളുടെ വീട്ടുകാരും കണി കാണുന്നത് എന്നെയായിരിക്കും. ഞാൻ നേരിട്ട് ചെന്ന് എന്റെ മോൻ ചെയ്ത തെറ്റിന് അവളോടും അവളുടെ വീട്ടുകാരോടും മാപ്പ് പറയും. നീയായിട്ട് അവളോട് കാണിച്ച ക്രൂരതയ്ക്ക് അങ്ങനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം. ബിലീവ് മീ മമ്മി, മമ്മി ഇത്ര ഇമോഷണൽ ആവാൻ വേണ്ടി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മാളൂനൊപ്പം അവളുടെ വീട്ടിൽ നിന്ന് ഡിന്നറിന് പോകാന്ന് ഞാൻ സമ്മതിച്ചതാ. അപ്പൊ അത് മാത്രം പോരാ, മമ്മി ഇവിടെ തനിച്ചാക്കി ഞാനും കൂടെ അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതെന്തുകൊണ്ട് ശരിയാകില്ലെന്നാണ് എന്റെ ചോദ്യം. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയിന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കുമായിരുന്നില്ല. എത്രയോ ദിവസം നീ ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ട് എന്നെ തനിച്ചാക്കി നീ പോയിരിക്കുന്നു. അന്നൊന്നും നിനക്ക് എന്റെ സുരക്ഷയെക്കുറിച്ച് ഇത്ര വേവലാതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ അതല്ല നിന്റെ പ്രശ്നം. മാളു പറയുന്നത് പോലെ നിന്റെ മനസ്സിലെ ഈ വൃത്തികെട്ട ഈഗോയാണ് നിന്നെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കാത്തത്. മമ്മി ഇപ്പൊ മാളുവിന്റെ പക്ഷത്താണോ? ഞാൻ ശരിയുടെ പക്ഷത്താ. അവളെയും അവളുടെ വീട്ടുകാരെയും നീ ഇന്ന് ശരിക്കും ഇൻസൾട്ട് ചെയ്യുക തന്നെയായിരുന്നു. ഇന്നൊരു ദിവസം നീ അവിടെ തങ്ങിയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് അവർക്കുണ്ടായ വിഷമത്തിന് ന്യായമായ ഒരു പരിഹാരമായേനെ. അതിന് കൂട്ടാക്കാതെ നീ അവരെ കൂടുതൽ അപമാനിക്കുക ചെയ്തത്. ശരി, ഞാനിപ്പോ എന്ത് വേണം മമ്മി പറ. നീ മടങ്ങിപ്പോണം. ചെന്ന് അവളോടൊത്തിരുന്ന് ഭക്ഷണം കഴിച്ച് മനഃപൂർവ്വം അല്ലെങ്കിലും നീ അവളോട് ചെയ്ത തെറ്റിന് സോറി പറയണം. എന്നിട്ട് സന്തോഷത്തോടെ അവളോടൊപ്പം കഴിയണം. ആ ജോബിൻ, തിരിച്ചു ചെല്ലുന്നത് നിന്റെ മമ്മി നിർബന്ധിച്ചിട്ടാണെന്ന് ഒരിക്കലും മാളുവോ അവളുടെ വീട്ടുകാരോ അറിയരുത്. സ്വന്തം തെറ്റ് സ്വയം ബോധ്യപ്പെട്ടിട്ടാണെന്നേ അവർക്ക് തോന്നാവൂ. എങ്കിലേ നാളെ അവൾക്കുണ്ടാകുന്ന തെറ്റുകളും അവൾ സ്വയം തിരുത്തുകയുള്ളൂ. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്. കുട്ടി എങ്ങോട്ടാ? എനിക്ക് മിസ്റ്റർ വിജയ് പണിക്കരെ ഒന്ന് കാണണം. സോറി, വിസിറ്റേഴ്സിന് ആരെയും കയറ്റി വിടരുതെന്ന് സാറ് പറഞ്ഞിരുന്നു. അത് സാരമില്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ വഴിയില്ല. അതെനിക്കറിയില്ല, എന്നോട് പറഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അയ്യോ സർ, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. മകനോ? അതെ, മകൻ. എന്താ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? കുട്ടിയല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ സാറിനെ കാണാൻ വന്നത്? അതെ. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ വിസിറ്റേഴ്സിന് ആരെ അലോ ചെയ്യരുതെന്ന് സാർ ഞങ്ങളെ അറിയിച്ചത്. മകനോട് സാറിന് അത്രയ്ക്ക് താല്പര്യമായിരിക്കും അല്ലേ? അതെ. താങ്കൾ ഇവിടത്തെ മാനേജരാ. മാനേജർ അല്ലേ?
അല്ലാതെ മനഃശാസ്ത്രജ്ഞനൊന്നും അല്ലല്ലോ. ഞാൻ വന്നതുകൊണ്ടാ അച്ഛൻ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കാത്തെന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ. ഹലോ കുട്ടി, അവിടെ നിൽക്ക്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഹലോ, സാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉവ് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഗസ്റ്റിന്റെ അനുവാദമില്ലാതെ വിസിറ്റേഴ്സിനെ കടത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഗസ്റ്റിനോട് മാത്രമല്ല, അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനോടും അല്പം മര്യാദയാവാം. സോറി, എന്നോട് ദേഷ്യം തോന്നിട്ട് ഒരു കാര്യമില്ല. കുട്ടിക്ക് സാറിനെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ സാറിനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. എന്താ കുട്ടിയുടെ പേര്? അപ്പു കാണാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ മതി. അപ്പു, ഒരു മിനിറ്റ്. ഹലോ സർ, ഒരു വിസിറ്റർ ഉണ്ട്. പേര് അപ്പു. സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്നാ പറയുന്നത്. ശരി സർ. ഓക്കെ സർ. ഇല്ല സർ. ഓക്കെ സർ. സോറി കുട്ടി, സാർ ആരെയും കടത്തിവിടണ്ടെന്നാ പറയുന്നത്. എന്റെ സാറേ, ഞാൻ വന്നത് നിങ്ങളുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്ത് വാങ്ങാനൊന്നും അല്ല. ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിക്കുന്ന ഒരു അത്യാവശ്യ കാര്യം പുള്ളിക്കാരനെ അറിയിക്കാനാ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. സോറി, എന്ത് അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇയാൾ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. എങ്കിൽ അയാൾ റൂമിലോട്ടൊന്ന് ഫോൺ കണക്ട് ചെയ്തേ. സാറിന് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് കോളും കണക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? ഞങ്ങൾക്ക് ഗസ്റ്റ് പറയുന്നതിലേ കേൾക്കാൻ പറ്റൂ. സാരമില്ല, നിങ്ങളുടെ ഗസ്റ്റിന് എപ്പോഴും കൊടുത്തിലെ ഭൂതത്തെ പോലെ കഥ കടിച്ച് റൂമിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലും റൂം വിട്ട് സെലിബ്രിറ്റി സാർ പുറത്തു വരുമല്ലോ, അന്നേരം ഞാൻ കണ്ടോളാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഇവിടെ വെച്ച് കശപശയൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ശരിക്കും ഇത് അങ്ങേരുടെ മോനാണോ അതോ മോളാണോ? ആ, ഹലോ. ആ സൂരജേട്ടാ, അപ്പു, താനെന്താ ഇവിടെ? ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഇവിടെ. അതെയോ? അടിപൊളി. ആരാ കക്ഷി? വല്ല VIP ആണോ? പറഞ്ഞു വരുമ്പോ ആള് ചെറിയൊരു VIP തന്നെയാ. താൻ കാണാമെന്ന ആളല്ലേ? VIP ആയില്ലെങ്കിൽ അതിശയുള്ളൂ. അല്ല, താൻ ആളെ കണ്ടോ അതോ കാണാൻ പോകുന്നേ ഉള്ളോ? ആ, കാണാൻ വന്ന കക്ഷിയെ കാണാതെ മടങ്ങേണ്ടി വരുമോ എന്ന കൺഫ്യൂഷനില്ല സൂരജേട്ടാ ഞാൻ. അതെന്ത് പറ്റി? ആള് ബിസിയാണോ? ബസ്സിയൊന്നുമല്ല, പക്ഷെ ഈ VIP-ക്ക് നമ്മളെ മുഖം കാണിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടിക്കാഴ്ചക്കുള്ള പെർമിഷൻ നിരോധിച്ചിരിക്കുവോ. അതാരോട് ഇത്രയും വലിയ VIP? അയാളും താനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മറ്റാരുമല്ല, എന്റെ സ്വന്തം അച്ഛനാ. പേര് മിസ്റ്റർ വിജയ് പണിക്കർ. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. പുള്ളിക്കാരൻ അതിന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നേ? ഞാനും അമ്മയുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഗുഡ് ബൈ പറഞ്ഞു വന്നിരിക്കുവാ. പുള്ളി മംഗളം പാടി അവസാനിപ്പിച്ചെങ്കിലും നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. മൂപ്പരെ നേരിട്ട് കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് താനതിനെ എങ്ങനെ പുറത്തേക്കുന്നേ? നേരെ ഇടിച്ചേറി ചെന്നാ പോരെ? അതിനിവിടുത്തെ മാനേജർ സമ്മതിക്കണ്ടേ ഏട്ടാ. ആളൊരു കടുംവെ ടൈറ്റാണെന്ന് തോന്നുന്നു. എനിക്കറിയാം, ആളിച്ചിരി ജാടയാ. അല്ല, സൂര്യചേട്ടൻ എന്താ ഇവിടെ? ആർക്കെങ്കിലും ഫുഡ് ഡെലിവറി ചെയ്യാനുണ്ടോ? അതേടോ, ഒരു വിജയ് പണിക്കർ. എടോ, അത് നിന്റെ അച്ഛനല്ലേ? ഞാനത് ഓർത്തില്ല. അത് ശരി. അപ്പൊ മിസ്റ്റർ വിജയ് പണിക്കർക്കുള്ള ഫുഡുമായിട്ട് വന്നതല്ലേ? സൂര്യചേട്ടാ, എനിക്കൊരു ഐഡിയ. ഈ ഫുഡ് വിജയ് പണിക്കർക്ക് ഞാൻ കൊണ്ടുകൊടുത്താലോ? എടോ, അതെങ്ങനെ ശരിയാവും? ഞാനൊരു വഴി പറയട്ടെ. ചേട്ടൻ്റെ യൂണിഫോം ഊരി. അതങ്ങ് താ, ഊര്. ചേട്ടന് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും ഇപ്പൊ എങ്ങനെയുണ്ട്? ഒറ്റനോട്ടത്തിൽ എന്നെ പിടിക്കില്ലല്ലോ. ഏയ്, താനൊരു കാര്യം ചെയ്യ്, ഈ ബാഗ് കൂടെ വെച്ചോ.
ഇപ്പൊ ഓക്കെ അല്ലേ? ഉം. ഇനി ആ മാനേജറുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കിടക്കണം. വെയിറ്റ്, അതിനൊരു വഴിയുണ്ട്. ഹലോ, റൂം നമ്പർ 108ലേക്ക് ഒരു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. കൊടുക്കാലോ അല്ലേ? ശരി സാർ, ഓക്കെ. അയാൾ ഓക്കെ, കൊടുത്തോളാൻ പറഞ്ഞു. ഓക്കെ ഏട്ടാ. അപ്പൊ ഇന്നത്തെ ഫുഡ് VPക്ക് എന്റെ വക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അവിടെ പോയി സീനൊന്നും ആക്കല്ലേ പോ, എനിക്ക് പണിയാവും. ഇല്ലെന്നേ, ചേട്ടൻ ധൈര്യം ഇരിക്കുക. ആ ശരി. ഓർഡർ ചെയ്ത ഫുഡാണ്. പേയ്മെന്റ് ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ. എത്രയൊക്കെ വിലക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയാലും വേണോന്ന് മനസ്സ് വെച്ചാ അപ്പു VPയെ കണ്ടിരിക്കുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? പ്ലീസ്, ബഹളം വെച്ച് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനൊരു വഴക്കിനോ ബഹളത്തിനോ വന്നതല്ല. ഒരേ ഒരു കാര്യം VP ഒന്ന് അറിയിച്ചിട്ട് പോകാനാ വന്നത്. അത് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവിടുന്ന് പോവും. എന്താ എനിക്ക് പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട്. ഓക്കെ, ഞാൻ VPക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ 2 ദിവസത്തെ സമയം തന്നിരുന്നു. ആ പീരീഡ് ഇന്നലെ രാത്രി കൊണ്ട് അവസാനിച്ചു. 2 ദിവസമല്ല, 2 വർഷം സമയം അനുവദിച്ചാലും VP ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. അത് VPയുടെ ഇഷ്ടം. എന്നാലും എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. ഞാൻ VPക്ക് അനുവദിച്ച ഗ്രേസ് പീരീഡ് ഇന്ന് രാത്രി 9 മണിയോടെ അവസാനിക്കും. അതിനുള്ളിൽ VP വീട്ടിൽ വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. പകരം കേരള ഭൂമിയുടെ ഓൺലൈൻ ന്യൂസിൽ എന്നെയും VPയെയും കുറിച്ച് അവരുടെ റിപ്പോർട്ടർ പ്രതിഭ പ്രവീൺ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ VP ആരാണെന്നും എന്തിനാണ് VP എന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോയതെന്നും എങ്ങനെയാണ് മ്യൂച്വൽ എഗ്രിമെന്റിൽ അമ്മയെ കൊണ്ട് VP സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചതെന്നും വിഷ്വൽ സഹിതം ആ സ്റ്റോറിയിൽ ഉണ്ടാവും. ഈ കാര്യം VPയെ നേരിട്ട് കണ്ടെന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഞാൻ വന്നത്. അപ്പോൾ ഡെഡ് ലൈൻ മറക്കണ്ട, 9 PM. അതിനുള്ളിൽ VP വീട്ടിൽ വന്നില്ലെങ്കിൽ ആ ന്യൂസ് സ്റ്റോറി എയർ ചെയ്യും. വരാൻ തോന്നിയില്ലെങ്കിൽ VPക്കും അത് കണ്ട് ആസ്വദിക്കാം. പോട്ടെ. മനുഷ്യരുടെ ഓരോ അവസ്ഥയെപ്പറ്റി ഞാനിങ്ങനെ ആലോചിക്കുക. പഠിപ്പും വിവരവും ലോകപരിചയവും കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത ചില സാഹചര്യങ്ങൾ ചിലരുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ പിന്നെ സ്വന്തം ഭാര്യയോ മക്കളോ ഒന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും അവരവരുടെ പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായെന്ന് വരില്ല. അതെ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ സ്വന്തം ജീവിതവും നശിപ്പിച്ച് കൂടെയുള്ളവരുടെ ജീവിതവും കോഞ്ഞാട്ടയാക്കി ആർക്കൊരു പ്രയോജനമില്ലാതെ ആലോചിച്ചിട്ട് എനിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ തന്റെ കാര്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ VP ബേസിക്കലി ഒരു പാവം തന്നെയാ സൂരജേട്ടാ. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന തരത്തിൽ മാതൃകാപരമായി ജീവിക്കാൻ ശ്രമിച്ച നല്ല മനുഷ്യൻ. പക്ഷേ സ്വന്തം കണ്ണിലൂടെ മാത്രമേ ലോകത്തെ നോക്കിക്കാണൂ എന്നുള്ള വാശിയില്ല അച്ഛൻ.